Hello everyone, welcome back to my YouTube channel. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റുള്ള ബീഫ് ഫ്രൈയുടെ റെസിപ്പിയുമായാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ 3 കിലോ ബീഫ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 4 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് ഈ ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 തക്കാളിയും 4 പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മുളകും മല്ലിയും ചേർന്നിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മിക്സ് ചെയ്ത് വെച്ച ബീഫ് അടുപ്പിൽ നിന്നാണ്, അതിനാൽ ഇവിടെ ഓട്ടിൻ്റെ ഉരുളി ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഉരുളിയിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പൊടി കരിയാമ്പിലയും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വലിയ ഉള്ളി സ്ലൈസ് ആയിട്ട് മുറിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ ഉള്ളി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കരിയാമ്പിലയും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇവിടെ വരളയുടെ പാകമായിട്ടുണ്ട്. ഇനി ഇതിലും കുറച്ചുകൂടി നമുക്ക് ഇവിടെ പൊരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ബീഫ് നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഇലയിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലുള്ള ഈ ബീഫ് ഫ്രൈക്ക്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.